ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതാണ് ഞാൻ. അതിന് വേണ്ടി ഇതാ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ഫ്രൂട്ട്സുകളും എല്ലാം എടുത്തിട്ടുണ്ട്. ഇതാ പഴം, ആപ്പിള്, മുന്തിരി, കറുത്ത മുന്തിരി, വത്തക്ക, ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇതാ പിന്നെ നമ്മുടെ അനാറ്, പിന്നെ പഞ്ചസാര. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് പാലിൽ കലക്കട്ടെ. വീഴുന്നില്ല കസ്റ്റാർഡ് പൗഡർ. നോക്കി നോക്കട്ടെ ഈ കയ്യിലിട്ടിട്ട്. കുറച്ചും കൂടി എടുക്കാം. ഒരുപാട് എടുക്കുന്നില്ല, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഏകദേശം ഒരു 2 സ്പൂൺ അത്രയും എടുക്കുന്നുള്ളൂ. ഇനി ഇത് ഞാൻ ഈ പാലിൽ കലക്കട്ടെ. കട്ടയൊന്നുമില്ലാണ്ട് നമുക്കിതിനെ കലക്കിയെടുക്കാം. കട്ടയൊന്നുമില്ലാണ്ട് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പാല് കാച്ചാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് പാല് കാച്ചട്ടെ. അപ്പോൾ പാലിങ്ങനെ ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഈ പാലിൻ്റെ അകത്ത് ഒരുപാട് മധുരം ഇടുന്നില്ല, കുറച്ച്. അപ്പം അത്ര പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നല്ല അടിപൊളിയായിട്ട് പതച്ച് വരുമ്പോൾ നമുക്ക് ഈ കസ്റ്റാർഡ് ഞാൻ പാലിൽ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കും. പഞ്ചസാരയിൻ്റെ അകത്തൊന്നും ഇരിഞ്ഞ് വരികയല്ല. പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ്, അധികം നേരമൊന്നും വേണ്ട. അപ്പോൾ പാല് നല്ലോണം ചൂടായിട്ട് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് അത് ഒഴിക്കുമ്പം കാണാം. അപ്പോൾ ഇതാ പാല് തിളച്ചു. ഞാൻ കസ്റ്റാർഡിൻ്റെ ഇത് കലക്കിയത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പം എല്ലാം ഒഴിച്ചു. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്, സിമ്മിലാക്കി വെച്ചോളുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തോളുക. ഇനി അത് കുറുകി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. തീർന്ന് ഏലക്കായ പൊടിച്ച് വെച്ച് അത്രയും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കും.
അപ്പോൾ ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കുന്നതാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം. പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ്. അപ്പം ഞാനിതാ ഇത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെഡിയാക്കി എടുക്കണം, ഒന്ന് തണുപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബാക്കി വെക്കുന്നുണ്ട്. ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ നമുക്കിതാ ആപ്പിൾ ഇട്ട് കൊടുത്ത് നമ്മളെ ഇത് ഇട്ട് കൊടുത്തു. ഉറുമാമ്പഴം അത് ഇട്ട് കൊടുത്തു. ഇനി നമ്മളെ ചെറുപഴമുണ്ട്, ചെറുപഴം ഞാൻ എടുത്തത്, നേന്ത്രപ്പഴമല്ല. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് നമ്മളെ വത്തക്ക, നമുക്ക് ഏത് ഫ്രൂട്ട്സാണോ വേണ്ടത് എല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഇട്ടിട്ടുള്ളത്, കയ്യിലെ ചക്കയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏലാണ് സെർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രൂട്ട്സ് എടുത്ത് വെച്ചതിൻ്റെ അകത്ത് തന്നെ എടുത്ത് വെക്കാം. ഓക്കെ. അപ്പം ഞാൻ ഇതെല്ലാം സ്പൂൺ എടുത്തിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. കണ്ട, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിലും കുറച്ച് കട്ടയായിരിക്കും. ഞാനിപ്പോൾ അരമണിക്കൂർ നേരെ വെച്ചിട്ടുള്ളൂ, ഒരുപാട് നേരം വെച്ചിട്ടില്ല. എന്നിട്ട് തന്നെ ഇപ്പോൾ ഇത്രയായി. അതേപോലെ കസ്റ്റാർഡ് പൗഡർ ഇതിലും കൂടുതൽ ഇടേണ്ട ആൾക്ക് ഇടാം. ഞാൻ ഇത്രയേ ഇട്ടിട്ടുള്ളൂ. അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ടിടാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനെന്നാൽ ഈ ബൗളിൻ്റെ അകത്തേക്ക് കുറച്ചെടുത്തിട്ട് നമ്മളെ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് കുറച്ച്. ബാക്കി അതേപോലെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നതാണ്. ഇപ്പം ഞാനിതാ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഒന്നിലും കൂടി ആക്കട്ടെ. ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിലും കുറച്ചും കൂടി കട്ടയാവും. എനിക്ക് പിന്നെ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇങ്ങ് എടുത്തതാണ് ഗൈസ്. കുറച്ചുകൂടി കട്ടയാക്കാം വേണ്ടുന്നവർക്ക്. അപ്പോൾ ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യുന്നതിൻ്റെ അകത്തേക്കുള്ളത് കാണിച്ചു തരാം. ഇത് രണ്ടുമാണ്. അതിലേക്ക് കുറച്ചുകൂടി ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ. പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം അതെല്ലാം വേണ്ടിയെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. അതെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് കുറേശ്ശെ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇനി ഒരു സാധനം കൂടി അതിലേക്ക് ഞാൻ റെഡിയാക്കുന്നുണ്ട്. കണ്ടോ, ലേശം തേന്, കുറച്ച് തേന് ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു തേനിൻ്റെയും കൂടി ഒരു രുചിക്ക് വേണ്ടിയിട്ട്. കുറച്ച് മാത്രം. രണ്ടിലും കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് കണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനാ എൻ്റെ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ്? അടിപൊളിയല്ലേ? സൂപ്പർ.
അടിപൊളിയാന്ന് ഗൈസ്. ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരേ. തേനും ഇതെല്ലാം ചേർത്തിട്ടുള്ള അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.